ഏതൊരു ഗേളിന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും അല്ലേ? ചളി ചളി കാര്യം എത്ര. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ചേച്ചിയും സരോജിനി നഗറിലാട്ടോ വന്നേക്കുന്നത്. ഡൽഹിയിൽ വന്ന് നമ്മൾ സരോജിനി നഗർ എക്സ്പ്ലോർ ചെയ്യാണ്ട് എങ്ങനെ പോകുമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സരോജിനി നഗർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഏതൊരു ഗേളിൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും അല്ലേ? ഞാനൊക്കെ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒത്തിരി ഇരുന്നിട്ട് സരോജിനി നഗറിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ നേരത്ത് ഏറ്റവും കൂടുതൽ തന്നെ ആഗ്രഹിച്ചേക്കുന്നതാണ് വരണം എന്നുള്ളത്. പക്ഷേ ഇതിന് മുന്നേ ഞാൻ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ, ഒരു 2 വർഷം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് താജ്മഹലൊക്കെ കാണാൻ വന്ന ടൈമിൽ ഞാൻ സരോജിനി നഗർ വന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളിത് രണ്ടുപേരും കൂടി കുറേ നാളെ ഡൽഹി പ്ലാൻ ഇട്ടേക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സരോജിനിയും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്താൽ. അതെ, എക്സൈറ്റഡ് ആണോ? അതെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഞങ്ങൾ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടല്ലോ. അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം വന്ന സെയിം ആ ഒരു പ്ലേസിൽ കൂടി ആയിട്ടോ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത്. നോക്കാട്ടെ നമുക്ക്. ലാസ്റ്റ് ടൈം വന്നതിനെക്കാട്ടിലും നല്ല കളക്ഷനാണ്. ലാസ്റ്റ് ടൈം വിന്റർ നല്ല വന്നത്. ഞാൻ ഏകദേശം മാർച്ച് ഏപ്രിൽ ടൈമിലാട്ടോ വന്നത്. കൊടും സമ്മർ ആയതുകൊണ്ട് ഇവിടെ സ്പെഷ്യലി ഭയങ്കര ചൂടിട്ട് 39 അല്ലേ? 39 ടെമ്പറേച്ചർ 45 ഉണ്ടാവും ആണല്ലേ? 42 എന്തായാലും ഉണ്ടാവും. ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വെയിലല്ല, ഒരു പ്രത്യേകതരം ചൂട് കാറ്റടിക്കണേ. അപ്പോൾ എനിക്ക് തോന്നണ പോണേന് പിന്നെ കരിഞ്ഞു പോകാൻ. ചളി കാര്യം എത്ര. അപ്പോൾ ഞങ്ങൾ തുടങ്ങട്ടെ കേട്ടോ ഞങ്ങളുടെ അംഗം. കുറേയേറെ സാധനങ്ങൾ നോക്കാനുണ്ട്. ഒരു ലോഡ് ഐറ്റംസും കൊണ്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോകാൻ. ഞാൻ ഒരു ഷ്രഗ് എടുത്തു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ സാധനത്തിനൂടെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ഒരു ഫ്ലോറൽ ഷ്രഗാണ് കേട്ടോ. അതായത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക കുറേ ഐറ്റംസ്. ഈ പാൻസ് ഒക്കെ നോക്കി പൊളി പാൻസ് ആട്ടോ. നമുക്ക് സാരയുടെ അതുപോലത്തെ കുറേയേറെ അങ്ങനത്തെ ബ്രാൻഡ്സിൻ്റെ ഇത് കിട്ടും. സർപ്ലസും കാര്യങ്ങളും കിട്ടും. നല്ലതാണ്. ഇവിടെ ചേച്ചി തകർത്തിട്ടുണ്ടിരിക്കുന്നത്. കാരണം ചേച്ചിയുടെ വേസ്റ്റിനൊക്കെ വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക അല്ലേ? ഇത് നോക്കി കുഞ്ഞു വേസ്റ്റാണ് നിർത്തി ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് നോക്കുക. കളർ നോക്കി ഇതിൻ്റെയൊക്കെ അടിപൊളിയല്ലേ? ട്ടോ നമ്മുടെ ഫേമസ് ഗ്രാഫിറ്റി ലൈൻ. ഇതിപ്പോൾ അതായത് ഇങ്ങനെ കുറേ ഹാങ് ഒക്കെ ചെയ്ത് ഇവിടെ ഫുൾ ഡെനിമിൻ്റെ കളക്ഷനാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ആ ഒരു ഷർട്ട് നല്ല രസമുണ്ട്. ട്രെഞ്ച് കോട്ട് കൊള്ളാട്ടോ. സ്റ്റോളിൽ കുറേ വെറൈറ്റീസ് ജുംക്ക ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. നല്ല രസമുണ്ട് കേട്ടോ ഓരോ പീസും കാണാനായിട്ട്. എനിക്ക് ഈ ജുംക്കാസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്കിപ്പോൾ ഞങ്ങളെ കണ്ടാൽ തന്നെ മനസ്സിലാകും എന്താ അവസ്ഥയിലിരിക്കണമെന്നുള്ളത്. ഞങ്ങളൊരു ഷോർട്സിന് വേണ്ടി ഒരു ചലഞ്ച് ചെയ്തതാ അല്ലേ? ബാക്കി വ്ളോഗൊക്കെ ഞങ്ങൾ നിർത്തി 2 ഷോർട്സ് എടുത്തു. പക്ഷേ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. രാത്രി ഒന്നാമത്തെ കാര്യം മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. അയ്യോ, ഇങ്ങനെ മുട്ടി ആൾക്കാരെ പോകാൻ. ആൾക്കാർ വന്ന് അതാണ് ബെൽറ്റ് വേണോ ക്ലാസ് വേണോ, ബെൽറ്റ് വേണോ ക്ലാസ് വേണോ, അത് വേണോ ഇത് വേണോ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ. ഇപ്പോഴും ഇത്രയും തിരക്ക് അല്ലേ? എനിക്കൊന്ന് വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. രാവിലെ വന്നാൽ മതിയായിരുന്നു അല്ലേ? ആണല്ലേ? നല്ല തിരക്കൊക്കെ വന്നില്ലേ? അതെ, പക്ഷെ നമ്മൾ നിർത്തില്ല. കാരണം എനിക്ക് അമ്മക്കുട്ടിക്ക് ഡ്രസ്സ് മേടിക്കണം, ചേച്ചിക്കാണെങ്കിൽ ഇമ്മക്കുട്ടിക്ക് ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ ബാക്കി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ജസ്റ്റ് സോഡ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഒരു ഉപ്പ് സോഡ ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ കാലാലൊക്കെ ഇട്ട് തന്നിട്ടോ. എനിക്ക് പൊന്നെ ഒരു സിപ്പ് വായി വെച്ചതേ ഉള്ളൂ. നമുക്ക് ടേസ്റ്റ് എനിക്ക് ടേസ്റ്റ് പിടിച്ചില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കുമല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങളത് ഒരു പ്ലെയിൻ സോഡ മേടിച്ച് എനർജി ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കണ ഞങ്ങള്. നല്ലതിന് ശരീരത്തിന് നല്ലതിന് വേണ്ടിയിട്ട്
നമുക്ക് ഇടണേ അല്ലേ? നമുക്ക് ടേസ്റ്റ് പിടിക്കില്ല കേട്ടോ. ടിപ്പിക്കൽ മലയാളി. അതെ സത്യം. ഒരേ പ്ലെയിൻ സോഡയും കുടിച്ചോണ്ടിരിക്കണേ. അടിപൊളി ഇയർ റിങ്സിന്റെ ഒരു ഇത് കണ്ടിട്ടോ. എന്താ പറയുക ഇതിന്? തടിന്ന് ഒറ്റ പറയുമല്ലോ ഇവര്. തടിയോ ഗടിയോ എന്താ വെച്ച് പറയണേന്? ആ ഈ ഒരു സ്റ്റാൻഡിന് ഇങ്ങനത്തെ വഴിവക്കിൽ കാണുന്ന എന്താ പറയുക, നമുക്കിതിന് സ്റ്റാൻഡ് എന്ന് വിളിക്കാം. എനിക്കിത് ഈ ഒരു ഇയർ റിങ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. 50 രൂപയുള്ളൂ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നല്ല രസമുള്ള കോൺട്രാസ്റ്റിംഗ് കളേഴ്സ്. ഞാൻ ഈ ഇയർ റിങ്സ് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. നല്ല രസമുണ്ട്. ലാഭം ഇതുപോലത്തെ 200, 100 ഒക്കെ സെയിലിന്റെ ഭാഗത്ത് നിന്ന് എടുക്കണം കേട്ടോ. അത് എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മൂന് എടുക്കാന്ന് ഓർത്തു. ഡെനിമിന്റെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ വേണ്ടി ഇതേ ഇങ്ങോട്ട് വന്നതാട്ടോ. നല്ല കുറെ കളക്ഷൻസ് ഉണ്ട്. ആൻഡ് ഭയ്യ ബോലോ നമസ്കാരം. നമസ്കാരം നമസ്കാരം. ആ സുഖമല്ലേ? സുഖം. എല്ലാവർക്കും സുഖമല്ലേ? ആ ബോലോ. വൈറ്റ് വേണമെങ്കിലില്ലേ, വൈറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതേ 150 റുപ്പീസിനൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. എൻ്റെ പൊന്നെ എന്തോരം വൈറ്റിൻ്റെ കളക്ഷനാണെന്ന് അറിയാമോ? കുറേ ഷർട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി ഫുഡ് വെയർസ് കേട്ടോ. 250 റുപ്പീസിന് ഇതേ ഇന്ത്യൻ വെയറിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടി. പക്ഷെ ഭയങ്കര തിന്നാട്ടോ, വെയിറ്റ് ഇല്ല. ഈ ഒരു സ്കാർഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്ലെയിൻ ബ്ലാക്ക് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടി. ഇതെടുക്കുക ഒരെണ്ണം 50 രൂപ. കുറേ വിൻറ്റേജ് കൈൻഡ് ഓഫ് ഷർട്ട് കേട്ടോ. അത് ഇത് നോക്കിക്കേ, ഇത് കണ്ടോ? പക്ഷെ ഭയങ്കര വലിയ സൈസ്, എനിക്ക് പാകാവില്ല ഇത്. പിന്നെ കുറേ ഉണ്ട് കേട്ടോ വിൻറ്റേജ് മോഡ്. ഇപ്പോൾ ഏകദേശം ഷോപ്സ് ഒക്കെ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? 600 രൂപയൊക്കെ പറഞ്ഞ സാധനം ഞങ്ങൾ 300 രൂപ 200 രൂപയൊക്കെ മേടിക്കണേ. ചേച്ചിക്ക് 650 രൂപയുടെ ഡ്രസ്സ് 200 രൂപയ്ക്ക് കിട്ടിയല്ലേ? ലോട്ടറി ആയി പോയത്. പുറകെ വന്ന് നമ്മുടെ കൈ തന്നെ എടുക്ക് പ്ലീസ് എടുക്കൂന്ന് പറയാം. അപ്പം നമ്മൾ എടുത്തോട്ടെ. കുറച്ചധികം ഐറ്റംസ് എടുത്ത് അടിപൊളി കുർത്താസിന്റെ ഒരു ഷോപ്പിൽ വന്നതാട്ടോ അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ഇതൊക്കെ എന്തൊരു ഭംഗിയാ നോക്കിയേ. ഇത് നമുക്കെപ്പോഴും കോമൺ കാണുന്നതാട്ടോ. പക്ഷെ അത് വേണ്ടത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ദേ ഇതൊക്കെ കൊള്ളാം. 600 റുപ്പീസേ ഉള്ളൂ സെറ്റിന്. 250യുടെ ചെരുപ്പുകളാണ് കേട്ടോ ഇതെല്ലാം. നല്ല ഭംഗിയുണ്ടല്ലേ ബോഹോ ചെരുപ്പുകൾ. ഇപ്പോഴാണ് ഈ മാർക്കറ്റ് ഒന്നും മര്യാദയ്ക്കൊന്നും കാണണം. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. പക്ഷെ ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഷോപ്പിങ്ങും കഴിഞ്ഞ് പണ്ടാരടങ്ങി നിക്കണേട്ടാ. ഇത് നോക്ക്, ലോഡ് നോക്ക് ഞങ്ങളുടെ കയ്യിലുള്ളത്. കയ്യും കാലും പേരെടുക്കണ്. അതെ ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് മാത്രമാണ് കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഷൂട്ടിങ്ങും കൂടി ആവാൻ നേരത്തില്ലേ ഭയങ്കരമായിട്ട് സീനായല്ലേ. ഞങ്ങൾ ഊബറിന് വേണ്ടി വെച്ച് ഊബറിനെ അവിടെ എത്തിയെന്തോ. ഇനി ഞാൻ പറയില്ല സരോജിനി മാർക്കറ്റ് ഞാൻ കണ്ടില്ല. നന്നായിട്ട് ചേച്ചി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു എന്റെ പരാതി. കണ്ടില്ല കുട്ടിയും കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നേരെ കാണാൻ പറ്റില്ല. ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കി. ആ സത്യം, സ്ഥലമില്ല കാണാൻ. അത് സഹിക്കാം. കുറെ എണ്ണങ്ങള് ബെൽറ്റ് വേണം, ബാഗ് വേണമെന്ന് ചോദിച്ചിട്ടില്ലേ, വിടൂല നമ്മള്. ഇവിടെ മറ്റേ ഭാഷ പറഞ്ഞിട്ട് ഞാൻ കാലകേന്റെ ഭാഷയൊക്കെ പറഞ്ഞു കുറച്ചൊക്കെ മുന്നേ. ലാസ്റ്റ് മലയാളം തെലുങ്കും അതെ അതന്നെ കൊടുക്ക മരുവാണെങ്കിൽ ഞാൻ കാണിച്ചിട്ടെ ഞാൻ എങ്ങനെ ഓടിക്കണെന്ന് ഇവരെയൊക്കെ. ഭയങ്കര സീനാട്ടോ. വിടില്ല നമ്മൾ ഇങ്ങനെ 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 അല്ല ടോർച്ചർ ചെയ്തോണ്ടിരിക്കും നമ്മളെ മേടിക്കണവരെ. മനസ്സിലാവൂല്ലോ നമ്മളിവിടുത്തെ എക്സ്ട്രാ ഉപദ്രവമുണ്ട്. സത്യം. ലിറ്ററലി ഞങ്ങള് 2 പേരും ചത്തിരിക്കണം. കറക്റ്റ് സമയത്ത് വന്ന സാധനം ചത്തു കേട്ടോ. ലാസ്റ്റ് കേപ്പില്ലേ ഓട്ടോ ചേട്ടന്മാരും എല്ലാരും കൂടി വന്നിട്ട് ഓട്ടോ 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 എന്ന് പറഞ്ഞു. ചേച്ചി ഞാൻ എങ്ങനെ അവരൊക്കെ ഓടിച്ചത്? സത്യം പറയില്ലേ, ഈ ട്രിക്കാണ് ഫലിച്ചെന്ന് പറയാം. നെയ് ഭയ്യ നെയ് ചായ ഭയ്യ നെയ് വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ചായ എന്ന് പറഞ്ഞിട്ട് ഒന്നും ആവണില്ല കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ അതെ കൂടുതൽ ഇങ്ങനെ ഇങ്ങോട്ട് വരിക ചെയ്യണേ. ഇതെന്റെ ഭാഷ കണ്ടിട്ട് അവര് സ്റ്റണ്ട് ഇത് ഏത് സാധനം പറഞ്ഞിട്ട് ഒന്നും മിണ്ടില്ല പോയി. എന്റെ പിള്ളേരെ ആരായാലും ഇങ്ങനെ ചെയ്തു പോകട്ടോ. കാരണം അത്രക്ക് ഇറിറ്റേഷൻ ആയിട്ടിരിക്കുമ്പോ ശബ്ദമില്ലേ. ദിലീപിന്റെ സിനിമ അതിലുണ്ട് ഇങ്ങനെ ഒരു മേനോന്റെ ഭാഷയില്ലേ? ആണോ? ഓ വാസന്തി.
ചേച്ചി തലക്കെട്ട് വെക്കുന്ന വാസന്തി ഇൻഡയറക്റ്റ് ആയിട്ട് വാസന്തി എന്ന് വിളിക്കുകയാണ്. പക്ഷെ ആരായാലും പറഞ്ഞു കേട്ടോ, ഇതിന് മുന്നേ ഒരു ബെൽറ്റുകാരൻ ചേട്ടൻ വന്നപ്പോ ഞങ്ങൾക്ക് ആലകേന്റെ ഭാഷയ്ക്ക് ഇട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അപ്പോഴും ആ ചേട്ടന് ഓടിപ്പോയി അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാനില് ഫുഡ് എവിടെയൊക്കെ പോയി മോളിലൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അതെ, ഇനിയിപ്പോ വീട്ടിലേക്ക് എന്തെങ്കിലും റൂമിലേക്ക് എന്തെങ്കിലും സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കാന്ന് വിചാരിക്കാം. അതെ, 6 മണിക്കൂർ ഞങ്ങള് നിൽക്കാണ്ട് നടന്നു. അതെ അതെ, അത് നടന്ന സ്ഥലത്ത് തന്നെ 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അത് നമുക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ, വേറൊരാൾക്കും. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ ഞാൻ എണ്ണും ഇറിറ്റേറ്റഡ് ആയി അവരല്ലേ. ഒരു 2 മണിക്കൂർ ഇവിടെ ടൈം സ്പെൻഡ്. ലാസ്റ്റ് ടൈം വന്നപ്പോ ആരും ഉണ്ടായില്ല അധികം. പക്ഷെ ഞാൻ രാവിലെ വന്നിട്ട് ഉച്ചയ്ക്കപ്പോഴത്തേക്കും പോയി. അപ്പോഴും തിരക്കണ്ടല്ലേ, സത്യം പറഞ്ഞ ഒന്നും കാണണ്ടേ, അത്രയും തിരക്കായിരുന്നു. രാത്രി ആകുമ്പോ ഞങ്ങള് ലാസ്റ്റ് ഇറങ്ങാനായപ്പോഴത്തേക്കും 100 രൂപയ്ക്ക് തരട്ടെ, 300-400 ഒക്കെ പറഞ്ഞ സാധനം 100 രൂപ. അതെ, ചോദിക്കേണ്ട ആവശ്യം ഇങ്ങോട്ട് കയ്യിൽ ഏൽപ്പിച്ച് തന്നെ 100 രൂപയ്ക്ക് സാധനം. രാവിലെ നേരത്തെ, അതായത് 11 മണിക്ക് വന്നം, അതേപോലെ വൈകിട്ട് ആണെങ്കിലും. അതെ, രണ്ടും പെർഫെക്റ്റ്. ടിപ്പ് നമ്പർ 1 മോർണിംഗ് വന്നം, ടിപ്പ് നമ്പർ 2 വെള്ളം കൊടയും കരുതണം, ടിപ്പ് നമ്പർ 3 വലിയ ബാഗും കൊണ്ട് വരണം. ഞങ്ങൾ എക്സ്ട്രാ ഒരു ബാഗ് കൂടി മേടിച്ചു. പ്രതീക്ഷയില്ല, ഇത്തവണ ഞാൻ കുറച്ച് മേടിച്ചു. അതെ അതെ, മേടിച്ചു, കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ ഷോപ്പിംഗ് വ്ളോഗ്. ഹോൾ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം, കാരണം അതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോട്ടെ വീഡിയോ. അപ്പോൾ ചെല്ലട്ടെ, ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ അടിച്ചങ്ങ് തെറിപ്പിച്ചേക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക അല്ലേ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി 6 പാക്ക് ആവാനായി. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരും കൂടി ചലഞ്ച് 1000 rupees ചലഞ്ച്. അതെ അതെ അതെ, അത് ഞങ്ങൾ ലാസ്റ്റ് പറയാട്ടെ എത്ര രൂപയെന്നുള്ളതൊക്കെ. ഡ്രസ്സൊക്കെ കാണിക്കാൻ നേരത്ത് പറയാം. ഷോർട്സും എടുത്തു, വ്ളോഗ് എടുത്തു. അതെ, കുറെ സംഭവങ്ങൾ മാർക്കറ്റിന്റെ വെറുപ്പിക്കാൻ. അതെ, സത്യം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അല്ലേ ചേച്ചി? പറയാവരോട് ബൈ. അപ്പൊ ബൈ ബൈ.